10 വർഷത്തിന് മുന്നേ നമ്മൾ ഇത്തരത്തിലുള്ള ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരെങ്കിലും പ്രവചിച്ചായിരുന്നു ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നതെന്ന്? ഫോണുകൾ സ്മാർട്ട് ഫോൺ ആവും എന്ന് പറഞ്ഞവർ തന്നെ വളരെ ചുരുക്കം ആൾക്കാരാണ്. അതിനിടയ്ക്ക് ഫോൾഡബിളിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്തായാലും ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം, ഇനിയുള്ള 10 വർഷങ്ങളിൽ നമ്മൾ സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ കാണും? 10 വർഷത്തിന് ശേഷം ഒരു സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സ്മാർട്ട് ഫോൺ വെച്ച് എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഇൻസൈറ്റ്. എന്തായാലും ഇത് തന്നെ ആയിരിക്കുമോ 10 വർഷത്തിന് ശേഷം എന്നുള്ളത് എനിക്കറിയില്ല. അത് ഈ വീഡിയോ 10 വർഷം കഴിഞ്ഞിട്ട് കണ്ടു നോക്കേണ്ടി വരും. എന്തായാലും എട്ടാമത്തേത്, നമ്മൾ OTA അപ്ഡേറ്റ് കണ്ടു കാണാം. നമ്മുടെ സ്മാർട്ട് ഫോണിലൊക്കെ വരുന്ന അപ്ഡേറ്റുകൾ. അതേപോലെ തന്നെ OTA ചാർജിങ് വരാം. OTA ചാർജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ചാർജ് ഇല്ല. നമ്മളൊരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ ചാർജ് ആവുന്നു. അതായത് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന വയർലെസ് ചാർജിങ്ങിന് എങ്ങനെയാണ്? ചാർജിങ് പാഡ് ഉണ്ടാവും, അതിന്റെ മുകളിൽ ഫോൺ ഇങ്ങനെ നമ്മൾ വെക്കും. ഒരു പരിധി വരെ ഒരു 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വരെയൊക്കെ നമ്മൾ അകലത്തിൽ വെച്ച് കഴിഞ്ഞാലും ചാർജ് ആവും. പക്ഷേ ഇതിലൂടെ നമ്മുടെ റൂമിൽ എവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ ഫോൺ ചാർജ് ആവും. ഈ ഒരു കൺസെപ്റ്റ് ആക്ച്വലി യൂസബിൾ ഫോമിലേക്ക് ഷവോമി അവരുടെ എയർ പവർ എന്നുള്ള രീതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ഇറക്കിയായിരുന്നു. പബ്ലിക്കിന് യൂസ് ചെയ്യാൻ വന്നില്ല എങ്കിലും ഇങ്ങനെ ഒരു ടെക്നോളജി സാധ്യമാണ് എന്ന് ഷവോമി കാട്ടി തന്നു. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം സ്മാർട്ട് ഫോണുകൾ നമ്മൾ 24 മണിക്കൂറും കുത്തി ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ബാറ്ററിനെ എത്രത്തോളം ബാധിക്കും, അതിന്റെ ലോങ്ങിറ്റിവിറ്റിനെ എത്രത്തോളം ബാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ പോയാലും 24 മണിക്കൂറും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചാർജ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിക്ക് അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏഴാമത്തേത്, ഓക്കെ, എന്റെ ഓഡിയൻസിൽ എത്ര പേരാണ് മാർവൽ സിനിമകൾ കാണുന്നവരെന്ന് എനിക്കറിയില്ല. മാർവൽ സിനിമകൾ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ അതിലെ അയൺമാൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. മാർവൽ സിനിമയിൽ അവഞ്ചേഴ്സിൽ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു അവഞ്ചേഴ്സ് സമയത്ത് അയൺമാന്റെ സ്യൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ സ്യൂട്ട് നാനോ ടെക്നോളജി ഉപയോഗിച്ചൊരു സ്യൂട്ടായിരുന്നു. അതായത് തനിയെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്തൊരു സ്യൂട്ടായിട്ട് മാറുന്ന ചെറിയ നാനോ ടെക്നോളജിയാണ് ഉപയോഗിച്ചത്. ഈ സെയിം നാനോ ടെക്നോളജി തന്നെ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി തന്നെ വല്ലാണ്ടങ്ങ് മാറും. ഈവൻ സ്മാർട്ട് ഫോണിന്റെ ഷേപ്പ്, സൈസ്, സർക്യൂട്ടറിയുടെ വലിപ്പം, അതേപോലെ തന്നെ സ്മാർട്ട് ഫോണിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബാറ്ററി എല്ലാം തന്നെ മാറി. ആൻഡ് ഇത് വെറുതെ പറയൂല, ആക്ച്വലി സയന്റിസ്റ്റുകൾ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ബാറ്ററികൾ നിർമ്മിക്കുന്നുണ്ട്. ഈ ബാറ്ററികളുടെ പ്രത്യേകത ഇത് ചാർജ് ചെയ്യാനായിട്ട് വെറും 2 മുതൽ 5 മിനിറ്റ് വരെ എടുക്കുള്ളൂ. ആൻഡ് ചാർജ് ആയി കഴിഞ്ഞാൽ ഏകദേശം 5 ദിവസം വരെ ഈ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യുമെന്നാണ്. സോ ഇങ്ങനത്തെ ബാറ്ററികളെല്ലാം നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തേക്ക് വന്നുവെങ്കിൽ പിന്നീട് ചാർജ് ചെയ്യേണ്ട കാര്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ടി വരില്ല. ആറാമത്തേത്, ഞാനൊക്കെ ജനിച്ച സമയത്ത് ലാൻഡ് ഫോണുകളിൽ നിന്നും ആൾക്കാർ മൊബൈൽ ഫോണിലേക്ക് മാറുന്നു. 2G ഒക്കെ വന്നിട്ടേ ഉള്ളൂ. 2G കണ്ടു, അതിനുശേഷം 3G കണ്ടു, അതിനുശേഷം 4G കണ്ടു, ഇപ്പോൾ 5G കണ്ടുകൊണ്ടിരിക്കുന്നു. സോ ഒരുവിധം എല്ലായിടത്തും 5G ഇങ്ങനെ എത്തി വരുവാണ്. ഇൻ ദ ഫ്യൂച്ചർ 5G മാറി 6G ആവും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ 6G ആയി കഴിഞ്ഞാൽ 6G വർക്ക് ചെയ്യുന്നത് 3 ടെറാഹെർട്സിന്റെ ഒരു ബാൻഡ് വിഡ്ത്തിലാണ്. സോ ആ ഒരു ബാൻഡ് വിഡ്ത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലേറ്റൻസി, അഥവാ ഞാനിപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എത്ര നേരത്തിനുള്ളിലാണ് ലൈറ്റ് കത്തുന്നത് എന്നുള്ള ഒരു ഡിലേയിൽ അത് ഒട്ടും തന്നെ ഇല്ലാതെയാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ അത് ആക്ച്വലി ആ ഒരു ഫോണിൽ തന്നെ ഹാർഡ്വെയറിൽ തന്നെ സേവ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പക്ഷേ 6G വന്നു കഴിഞ്ഞാൽ ഫോൺ എന്ന് പറയുന്നത് വെറും നമ്മുടെ വീട്ടിലുള്ള TV അല്ലെങ്കിൽ മോണിറ്റർ പോലെയാവും. ആൻഡ് അതിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ക്ലൗഡിലായിരിക്കും ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് എത്ര പ്രോസസർ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം റാം എത്രയാണ്, റോം എത്ര, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ മുഴുവനായിട്ടും ഒരു ക്ലൗഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് രീതിക്കുള്ള ഫോണും ആക്കി എടുത്തു മാറ്റാം. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എങ്ങാനും നഷ്ടപ്പെട്ടു പോകുകയാണ് എന്നുണ്ടെങ്കിൽ അത് പോട്ടെ, വേറൊരു ഫോൺ മേടിച്ചിട്ട് ജസ്റ്റ് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ ആ ഫോണിൽ എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ നിന്നും ഈ ഫോണിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ആ ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിക്കും ആക്കാം. അഞ്ചാമത്തേത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമ്മൾക്കറിയാലോ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഒരു കമ്പനി സ്മാർട്ട് ഫോൺ ഇറക്കുന്ന സമയത്ത് ഇപ്പോൾ റിയൽമി 9 എന്നൊരു ഫോൺ ഇറക്കിയെങ്കിൽ റിയൽമി 9 Pro, റിയൽമി 9 Pro Plus, റിയൽമി 9 Pro 5G, റിയൽമി 9i അങ്ങനെ പറഞ്ഞ് ഒരു നമ്പറിൽ തന്നെ ഒട്ടനവധി സ്മാർട്ട് ഫോണുകൾ ഇറക്കും. പക്ഷേ ഫ്യൂച്ചറിൽ ഇനി ഒരു ഫോൺ ഇറക്കുന്ന സമയത്ത് അവർ ഒരൊറ്റ മോഡൽ മാത്രമേ ഇറക്കുള്ളൂ. ആ ഒരു മോഡലിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പക്ഷേ അതേ മോഡൽ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ 4GB റാമിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാമെങ്കിൽ 4GB വരെ ആ ഒരു ഫോണിൽ റാം കിട്ടുള്ളൂ. ഗെയിമിംഗ് മോഡ് വേണമെങ്കിൽ അതിനൊരു സബ്സ്ക്രിപ്ഷൻ, ടെലിഫോട്ടോ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു സബ്സ്ക്രിപ്ഷൻ, അല്ല നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫീച്ചർ വേണമെങ്കിൽ അതിനൊരു സബ്സ്ക്രിപ്ഷൻ, ഫാസ്റ്റ് ചാർജിങ് ആ ഒരു ഫോണിൽ എനേബിൾ ചെയ്യണമെങ്കിൽ അതിനൊരു സബ്സ്ക്രിപ്ഷൻ എന്നിങ്ങനെ ഫോണിലെല്ലാം തരും. പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ കാശ് കൊടുക്കണം എന്നുള്ള രീതിക്കാവും. സോ സ്മാർട്ട് ഫോണുകൾ ചീപ്പർ ആവും. പക്ഷേ അത് നിരന്തരം ഉപയോഗിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ മാസം
നിങ്ങൾ അതിന് കാശടക്കേണ്ട രീതിക്കാവും. നാലാമത്തേത് നമ്മുടെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺസ്. ശരിയാണ്, കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകളിൽ ആൾക്കാർ ഇങ്ങനെ നോക്കിയായിരുന്നു, കാരണം ഡിസ്പ്ലേയിൽ എന്തെങ്കിലും പറ്റുമോ, മടക്കുന്ന സമയത്ത് പ്രശ്നമാവുമെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫ്ലിപ്പ് 4 എന്ന് പറയുന്നത് തന്നെ വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഫോണാണ്. നമ്മളൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ സ്മാർട്ട് ഫോണുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഫ്യൂച്ചറിൽ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലെത്തും. ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ അധികം ആൾക്കാരുടെ കയ്യിലില്ലാത്തത് ഇതിൻ്റെ പ്രൈസ് കാരണമാണ്. വളരെ ഹൈ പ്രൈസ് ടാഗിലാണ് ഇറങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് കോമൺ ആയിട്ടുള്ള. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയുടെ പ്രൈസ് റേഞ്ചിലൊക്കെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് വന്നു കഴിഞ്ഞാൽ ആരാ മേടിക്കാതിരിക്കാൻ പോകുന്നത്? സോ എന്തായാലും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫോം ഫാക്ടറാണ്. ഇൻ ദ ഫ്യൂച്ചർ ഇതായിരിക്കും കുറച്ചുകൂടി പോപ്പുലർ ആവുന്നത്. മൂന്നാമത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾക്കറിയാം നമ്മുടെ സ്മാർട്ട് ഫോണുകളിലെല്ലാം അസിസ്റ്റൻറ്റുകളുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, സിറി ഉണ്ട്, ബിക്സ്ബി, അലക്സ എന്നിങ്ങനെയെല്ലാം. പക്ഷേ ഇവരുടെയൊക്കെ ഒരു പ്രശ്നം, ഇപ്പം ഞാൻ അലക്സേനോടൊരു കാര്യം ചോദിച്ചാൽ വേറൊരാൾ അലക്സേനോട് കാര്യം ചോദിച്ചാലും ഇതേ മറുപടി തന്നെയായിരിക്കും പറയുന്നത്. അത് ലോകമെമ്പാടും അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണലൈസേഷൻ ഇല്ല. എൻ്റെയാണ് ആ ഒരു അലക്സ അല്ലെങ്കിൽ എൻ്റെയാണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഹർ എന്ന് പറഞ്ഞൊരു സിനിമ, ഇംഗ്ലീഷ് സിനിമയാണ്, അത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രത്യേക ടെക്നോളജി ഉണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഒരു ക്യാരക്ടർ ഉണ്ടാവും, ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും. അതിനോട് സംസാരിക്കുമ്പോൾ ആക്ച്വൽ ഹ്യൂമനോട് സംസാരിക്കുന്നത് പോലെ തന്നെ തോന്നും എന്ന് മാത്രമല്ല, നമ്മൾ അതിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നതും വേറൊരു വ്യക്തി അതിനോട് ചോദിക്കുമ്പോൾ അത് വേറൊരാളുടെ റെസ്പോണ്ട് ചെയ്യുന്നതും വ്യത്യസ്തമായിരിക്കും. ശരിക്കും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി, ബ്രെയിനും ബോഡിയും ഉള്ള ഒരാൾ സംസാരിക്കുന്ന രീതിക്ക് തന്നെ ഈ ഒരു AI അസിസ്റ്റൻസ് മാറി സ്മാർട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് മാറും. രണ്ടാമത്തേത് ഹോളോഗ്രാഫിക് ഡിസ്പ്ലേസ്. ഇന്ന് നമ്മൾ വീഡിയോ കോൾസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഒരു സ്ക്രീനിൽ ഒരു 2D ഇമേജ് ആണ് കാണുന്നത് നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ. എന്നാൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മുടെ ഐഫോണിലുള്ള 3D ഫേസ് സ്കാനറിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഒരു 3D മാപ്പ് ആക്ച്വലി ഉണ്ട്. ഈ ഒരു 3D മാപ്പിനെ പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ സ്പേസിൽ കാണിക്കാനുള്ള ടെക്നോളജി ഇല്ല സ്മാർട്ട് ഫോണിൽ എന്നുള്ളതുകൊണ്ട് നമുക്കത് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. ബട്ട് ഇൻ ദ ഫ്യൂച്ചർ ഈ ഒരു 3D മാപ്പിനെ തന്നെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ റിയൽ വേൾഡിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തല, എൻ്റെ അതേ ഫുൾ ഫിഗർ അപ്പുറത്ത് അങ്ങനെ തന്നെ വന്ന് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന രീതിക്കുള്ള ഹോളോഗ്രാഫിക് ഡിസ്പ്ലേസ് പോപ്പുലർ ആവും. ആൻഡ് ഒന്നാമത്തേത്, അത് മിക്കവാറും ഫ്യൂച്ചറൊന്നും അല്ല, അടുത്ത 2-3 വർഷത്തിൽ നമുക്ക് കാണാൻ പറ്റും, പോർട്ടുകളില്ലാത്ത സ്മാർട്ട് ഫോണുകൾ. ശരിയാണ്, ആപ്പിളിൽ ഇപ്പോൾ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഐഫോൺ ഇനി ഇറക്കുമ്പോൾ USB Type-C വെച്ച് ഇറക്കണം എന്നുള്ളൊരു നിയമമൊക്കെ പാസ്സാക്കി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ലൈറ്റ്നിങ് പോർട്ട് കളഞ്ഞ് C ആക്കുന്നതിന് പകരം പോർട്ട്ലെസ് ഐഫോണിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മേ ബി നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ വിത്തിൻ കമ്മിങ് 5 years എന്തായാലും പോകും. കാരണം ഒട്ടുമിക്ക ഇനിയുള്ള ഒരു സ്മാർട്ട് ഫോണിലെ പോർട്ട് എന്ന് പറയുന്നത് ചാർജിങ് പോർട്ട് മാത്രമാണ്. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് കവേർഡാണ്. സോ ഇൻ ദ ഫ്യൂച്ചർ ഒരു സ്മാർട്ട് ഫോൺ വെറും വായുവിലൂടെ ചാർജ് ചെയ്യുന്നു. ഫോണിലുള്ള കാര്യങ്ങളെല്ലാം ക്ലൗഡിൽ 6Gയിൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഫോണിനകത്തൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫോൺ ജസ്റ്റ് ഒരു തിൻ ഡിസ്പ്ലേ ആയിട്ട് മാറുന്നു. ആൻഡ് ആ ഒരു തിൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നാനോ ടെക്നോളജി വഴി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്നു. സോ ഇതൊക്കെ കാണുമ്പോൾ നെക്സ്റ്റ് 10 yearsൽ നമുക്ക് സ്മാർട്ട് ഫോണിൽ അത്ര വലിയൊരു വ്യത്യാസം എക്സ്പെക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാനും പറ്റും, ചെയ്യാതിരിക്കാനും പറ്റും. കാരണം 90s ജനിച്ചൊരു വ്യക്തിക്ക് അറിയാം എത്രത്തോളമാണ് 90s നിന്നും 2000s വന്നപ്പോൾ ആ ഒരു ടെക്നോളജിയുടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ചെയ്യുന്നത്. അത്തരത്തിലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഇനിയും വരുവാണെങ്കിൽ ചിലപ്പോൾ ഏലിയൻസ് ഇവിടെ വന്നേക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്തോ ഞാൻ ചവിട്ടി. അടുത്ത വീഡിയോ കാണാം. ബൈ.